പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്ന് അല്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് സങ്കീർത്തനം 127:2. നിങ്ങൾ അതികാലത്ത് എഴുന്നേൽക്കുന്നതും താമസിച്ച് കിടപ്പാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമത്രേ. തൻ്റെ പ്രിയനോ അവൻ അത് ഉറക്കത്തിൽ കൊടുക്കുന്നു. നമ്മുടെ ഈ ദിവസങ്ങളിൽ ക്ഷീണം, ടയേർഡ്നെസ്, വിയറിനെസ്, അതിനെക്കുറിച്ചാണല്ലോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ഷീണങ്ങളകറ്റാൻ നമ്മുടെ ജീവിതത്തിൽ ഉറക്കം കൂടിയേ തീരും. പ്രൈസ് ലോർഡ്. ടു നീഡ് സ്ലീപ്പ് ഈസ് ഹ്യൂമൻ. ദൈവമക്കളെ, ഞാൻ പറയട്ടെ, മനുഷ്യർ മാത്രമേ ഉള്ളൂ എല്ലാ മൃഗങ്ങളിലും വെച്ച് അറിഞ്ഞുകൊണ്ട് അവരുടെ സ്ലീപ്പ്, അതായത് അവരുടെ ഉറക്കത്തിൻ്റെ ആവശ്യകത താമസിപ്പിക്കുന്നത്. അവരുടെ ഇഷ്ടം പോലെ അവർക്ക് താമസിപ്പിക്കുകയും ചെയ്യാം, അല്ലേ? നമ്മൾക്ക് ഇഷ്ടമുള്ള പോലെ അല്ലേ, നമുക്കിഷ്ടമുള്ളപ്പം കിടക്കും. എത്ര വേണമെങ്കിലും ഉറക്കളച്ചിരിക്കണമെങ്കിൽ നമുക്ക് ഉറക്കളച്ചിരിക്കാൻ പറ്റും. നമ്മളങ്ങനെ ഒരു ട്രെയിൻഡായിട്ട് വരിക. ഈ നാസ പറയുന്നതനുസരിച്ച് ഒരു പെർഫെക്റ്റായിട്ടുള്ള നാപ്പ് അതിന് 20 മിനിറ്റ് പേഴ്സണലി ആവശ്യമുണ്ടെന്നാണ്. ഞാൻ അതേതായാലും എതിർക്കുന്നൊന്നുമില്ല. പക്ഷെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം. ഏകദേശം 80 ഒഫീഷ്യൽ സ്ലീപ്പ് ഡിസോർഡേഴ്സ് ഉണ്ടെന്നാണ് ഞാൻ വായിച്ചിരിക്കുന്നത്. അതായത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏകദേശം ഒരു 60 വയസ്സാകുമ്പോഴത്തേക്കിന് ആ 60 വയസ്സിലെ 20 വയസ്സോളം ഉറങ്ങിക്കഴിഞ്ഞ സമയങ്ങളാണ്. അത് കേൾക്കുമ്പോൾ നമുക്ക് അതിശയം തോന്നും, അല്ലേ? എന്നാണേലും ഉറങ്ങി എത്രയോ സമയം നാം ചെലവഴിക്കുന്നു എന്നുള്ളതൊക്കെ ഒന്ന് റിയലൈസ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം ഈ ദിവസങ്ങളിൽ ഞാനിതൊക്കെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. കാരണം വളരെ കോൺസ്റ്റൻ്റായിട്ട് ഞാൻ എന്നെ സ്നേഹിക്കുന്നവരിൽ നിന്ന് തന്നെ സിസിയാൻ്റി ഇന്നലെ എപ്പോഴാണ് മെസ്സേജ് ഇട്ട്, സിസിയാൻ്റി എത്ര മണിക്കൂർ ഉറങ്ങും? സിസ്മാമയെ ആരോഗ്യം നോക്കണം കേട്ടോ. ഈ മെസ്സേജും കൊണ്ട് ഇങ്ങനെ ഇരിക്കരുത് രാത്രി മുഴുവൻ. സിസ്മാമയുടെ മുഖം അയ്യോ എന്ത് ക്ഷീണമാണ്, കണ്ണ് വലിച്ചടച്ചു പോകുന്ന പോലാണല്ലോ ഇരിക്കുന്നത്. എനിക്കറിയില്ല എൻ്റെ ദൈവമക്കളെ, പ്രത്യേകിച്ച് ഈ 2025 തുടങ്ങിയ പിന്നെ ഞാൻ ബിസിയാണ്, സമ്മതിച്ചു. അതെ, ഫിസിക്കലി നമുക്ക് റെസ്റ്റ് ആവശ്യമാണ്. തിരുവചനത്തിൽ നാം ഒത്തിരി കാര്യങ്ങൾ കാണുന്നുണ്ട്. നമുക്കറിയാം, യേശു കർത്താവ് മനുഷ്യനായി ഈ ഭൂമിയിൽ ജീവിച്ചു, അല്ലേ? 33.5 തിരുവയസ്സിലാണ്. ഹല്ലേലൂയ. എന്നാൽ യേശു കർത്താവ് വളരെ ഫിസിക്കലി ടയർഡായ സന്ദർഭങ്ങളുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 6-ാം വാക്യം നമ്മൾ നോക്കുമ്പോൾ നാം ഇങ്ങനെ കാണുന്നുണ്ട്. 5ഉം 6ഉം കൂടെ നോക്കിയാൽ, അങ്ങനെ അവൻ സുഖാർന്നർ ശമര്യ പട്ടണത്തിൽ യാക്കോബ് എന്ന തൻ്റെ പുത്രനായ യോസഫിന് കൊടുത്ത നിലത്തിനരികെത്തി. അവിടെ യാക്കോബിൻ്റെ ഉറവുണ്ടായിരുന്നു. യേശു വഴി നടന്ന് ക്ഷീണിച്ചിട്ട് ഉറവിനരികെ ഇരുന്നു. അപ്പോൾ ഏകദേശം 6-ാം മണി നേരമായിരുന്നു. യേശു വഴി നടന്ന് ക്ഷീണിച്ചിട്ട്. ദൈവമക്കളെ, യേശു കർത്താവിന് ക്ഷീണം ജീവിതത്തിൽ വന്നിട്ടില്ലേ? യേശു കർത്താവ് ക്ഷീണിച്ചിട്ടില്ലേ? തീർച്ചയായും ക്ഷീണിച്ചിട്ടുണ്ടെന്ന് ഈ വാക്യം വെളിവാക്കുന്നില്ലേ? മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ കടലിൽ വലിയ ഓളം ഉണ്ടായിട്ട് പടക് തിരകളാൽ മുങ്ങുമാറായി. അവനോ ഉറങ്ങുകയായിരുന്നു. ആ വലിയ സ്റ്റോം നടക്കുന്ന സമയത്തും യേശു കർത്താവ് ഉറങ്ങുകയായിരുന്നു. യേശു കർത്താവ് ഉറങ്ങിപ്പോയി. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയട്ടെ, ടു നീഡ് സ്ലീപ്പ് ഈസ് ഹ്യൂമൻ. തന്നെയുമല്ല, നമ്മുടെ ഫ്രജിലിറ്റി, അതായത് നമ്മുടെ ആ ഒരു അവസ്ഥയുണ്ടല്ലോ,
ആ ബലഹീനപ്പെട്ട ആ നമ്മുടെ ഒരു അവസ്ഥ, അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പരിമിതികളെയൊക്കെ കാണിക്കുന്നത്. എന്നാൽ നാം ഉറങ്ങുമ്പോൾ ഞാൻ പറയട്ടെ, നമ്മൾ തീർച്ചയായിട്ടും അൺകോൺഷ്യസ്. അതിൻ്റെ അർത്ഥം നാം വൾണറബിളാണ്. നമ്മൾ ഉറങ്ങുന്ന സമയം നമ്മൾ ഇന്നാക്റ്റീവാണ്. അതായത് ആ സമയത്ത് നമ്മൾ അൺപ്രൊഡക്റ്റീവാണ്. നമ്മളെ കൊണ്ടൊന്നും ചെയ്യാനായിട്ട് കഴിയത്തില്ല. ആ സമയത്ത് ഉറങ്ങുന്ന സമയത്ത് നാം എക്സ്പോസ്ഡാണ്. നമുക്കൊരു ബോധമില്ലാതെ നമ്മളങ്ങ് കിടക്കുക. എന്ത് ചുറ്റും നടന്നാലും നമ്മൾ അറിയത്തില്ല. അതിൻ്റെ അർത്ഥം എന്തുവാ? നമ്മൾ അൺപ്രൊട്ടക്റ്റഡ് ആ സമയത്ത്. ഉറങ്ങുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ഡിപ്പെൻഡൻ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം അതേൽ. കാരണം ആ സമയത്ത് നാം ഹെൽപ്ലെസ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഉറക്കമെന്ന് പറയുന്നത് ശരിക്കും ഇറ്റ് ഈസ് ആൻ ആക്ട് ഓഫ് ഫെയ്ത്ത്. വിശ്വാസത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ്. സങ്കീർത്തനം 4-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം, സാം 4:8 ഇങ്ങനെ പറയുന്നു: ഞാനോ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. അല്ലേ ദൈവമക്കളെ, നമ്മെ നിർഭയത്വത്തോടെ വസിക്കുമാറാക്കുന്ന ഒരു വലിയ കർത്താവിനെ സേവിപ്പാനിടയാത് നമ്മുടെ ജീവിതത്തിലെ ഭാഗ്യമല്ലേ. സങ്കീർത്തനം 121:4, സാം 121:4, ഇസ്രായേലിൻ്റെ പരിപാലൻ മയങ്ങിയില്ല, ഉറങ്ങുകയുമില്ല. പ്രൈസ് ദി ലോർഡ്. അതൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന എന്താ? നമ്മുടെ ദൈവം ഹി നെവർ സ്ലംബേഴ്സ് നോർ സ്ലീപ്സ്. അവന് നമ്മളെ വാച്ച് ഓവർ ചെയ്തുകൊണ്ടിരിക്കുക. സ്തോത്രം. നമ്മുടെ സൃഷ്ടാവ് ഉറങ്ങേണ്ട ആവശ്യമില്ല, അല്ലേ? പക്ഷേ ദ ക്രിയേറ്റഡ് വണ്ടേഴ്സ്, അവനാൽ സൃഷ്ടിക്കപ്പെട്ട നാം ഉറങ്ങിയേ തീരൂ. ഉറക്കമെന്ന് പറഞ്ഞാൽ നമ്മുടെ മഹത്വകരമായിട്ടുള്ള പരിമിതികളൊക്കെ നാം മനസ്സിലാക്കി നമ്മൾ ആ ഉറക്കത്തിന് നമ്മെ തന്നെ പൂർണ്ണമായിട്ടങ്ങ് സറണ്ടർ ചെയ്ത് കൊടുക്കുന്ന. വാസ്തവത്തിൽ സ്ലീപ്പ് ഒരു ബ്ലെസ്സിങ്. ഉറങ്ങിയില്ലേ നമുക്കറിയാം അതിൻ്റെ ക്ഷീണം, നമ്മുടെ ശരീരത്തിൻ്റെ ക്ഷീണം, നമ്മുടെ കണ്ണിൻ്റെ ക്ഷീണം, ഒട്ടുകൂടാതെ നമ്മുടെ ആ തളർച്ച നമുക്കറിയാം. എനിക്കതറിയാം. സങ്കീർത്തനം 127:2 നമ്മൾ കുറിവാക്യമായിട്ട് എടുത്ത 127 സങ്കീർത്തനമാണല്ലോ. നിന്നെ കാക്കുന്നവൻ മയങ്ങിയല്ല, കാക്കുന്നവൻ മയങ്ങിയല്ല, ഇസ്രായേലിൻ്റെ പരിപാലൻ മയങ്ങിയില്ല, ഉറങ്ങിയുമില്ല. അതിൻ്റെ 2-ാം വാക്യത്തിൽ നമുക്ക് ഉറപ്പായിട്ട് അറിയാവുന്നൊരു കാര്യമാണ്, നമ്മുടെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്നാണ് വരുന്നതെന്ന്. ഹല്ലേലൂയ. നമുക്ക് ഉറക്കം ദൈവം തരും, ഉറക്കത്തിൽ അനുഗ്രഹവും തരും. നമ്മുടെ ബ്ലഡ് വെസൽസിൽ നിന്നുള്ള സകലതും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിലേക്ക് പോകുന്നതുണ്ടല്ലോ, അത് ആ സമയത്ത്, ഉറക്കത്തിൻ്റെ സമയത്ത് റിപ്പയർ ആൻഡ് റെസ്റ്റോറേഷന് വേണ്ടി ഉപയോഗിക്കും. ഉറങ്ങുന്ന സമയത്താണ് നമ്മളൊന്നുകൂടെ റീജുവിനേറ്റഡ് ആകുന്നത്. നമ്മുടെ ഡെഡ് സെൽസൊക്കെ ഒരു വ്യത്യാസം വരുന്നത് ഉറക്കത്തിൻ്റെ സമയത്താണ്. നമ്മുടെ ബ്രെയിനിൻ്റെ ചേഞ്ചസ്, അതിൻ്റെ ഫങ്ഷൻസ് ഒക്കെ ചില കാര്യങ്ങൾക്ക് വ്യത്യാസത്തിലേക്ക് വരുന്നത് നാം ഉറങ്ങുന്ന സമയത്താണ്. ഹല്ലേലൂയ. നമ്മുടെ കിഡ്നി ആണെങ്കിലും വേസ്റ്റ് റിമൂവ് ചെയ്യുന്നതിൽ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു സിസ്റ്റമാണ്, അല്ലേ? അതുമൊക്കെ നല്ലതായിട്ട് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ ഉറക്കം കൂടിയേ തരത്തുള്ളൂ. എന്നാൽ ഞാൻ പറയട്ടെ, അതേസമയം നമ്മുടെ ബ്രെയിൻ നമ്മുടെ ഇൻഫർമേഷൻസ് എല്ലാം സ്റ്റോർ ചെയ്ത് പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കുവാൻ തക്കൊണ്ട് നമുക്ക് സ്പേസ് തരുന്നത് ഹല്ലേലൂയ ഉറക്കമാണ്. നമ്മുടെ ശരീരത്തെ ദൈവം ഡിസൈൻ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നാം ഉറങ്ങുന്ന സമയത്ത് എല്ലാത്തിനെയും റീസ്റ്റോർ ചെയ്യുവാൻ, യഥാസ്ഥാനപ്പെടുത്തുവാനുള്ള ഒരു എബിലിറ്റി ശരീരത്തിന് ദൈവം കൊടുത്തിരിക്കുക. അപ്പോൾ നമ്മൾ ഉറങ്ങണ്ടേ? വാട്ട് ആൻ ഇൻക്രെഡിബിൾ ബ്ലെസ്സിങ്, അല്ലേ? ഹല്ലേലൂയ. നാം കിടക്കാനായിട്ട് ബെഡിലേക്ക് കയറുമ്പോൾ ദൈവമക്കളെ, ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ ശക്തിക്ക് നമ്മെ തന്നെ കീഴ്പ്പെടുത്തി കൊടുക്കുക. അവൻ നാം ഉറങ്ങുന്ന നമ്മളെ
ഹി വിൽ വാച്ച് ഓവർ അസ്. അവൻ തന്നിരിക്കുന്ന ആ ഗിഫ്റ്റ്, ഉറക്കമെന്നൊരു ഗിഫ്റ്റ് അവൻ നമുക്ക് തന്നിട്ടില്ലേ, അതിനവന് നന്ദി പറ. അവന് കീഴ്പ്പെടുത്തി കൊടുക്കും നമ്മെ തന്നെ. അവൻ ഉറങ്ങാതെ വണ്ണം മയങ്ങാതെ വണ്ണം നമ്മെ പരിപാലിക്കുമല്ലോ. കണ്ണുകടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഗിഫ്റ്റ് ഓഫ് സ്ലീപ്പ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നതിനായിട്ട് ഞങ്ങൾ നിന്നോട് നന്ദി പറയുന്നു. നീ ഞങ്ങളുടെ പ്രൊട്ടക്ടറായിട്ട്, ഞങ്ങളുടെ തണലായിട്ട്, ഞങ്ങളുടെ ഷെൽട്ടറായിട്ട് ഞങ്ങൾ ഉറങ്ങുമ്പോൾ പോലും ഇരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ഒന്ന് റിസ്റ്റോർ ചെയ്തെടുക്കുവാൻ, ഞങ്ങളുടെ ഉറക്കത്തിൽ ഞങ്ങളെ റിസ്റ്റോർ ചെയ്യുന്ന ദൈവത്തിൻ്റെ കൃപയ്ക്കായി ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, നിൻ്റെ സമാധാനം ഞങ്ങൾക്ക് തന്നിട്ടുണ്ടല്ലോ, അത് ഞങ്ങളുടെ ഹൃദയത്തിനും ഞങ്ങളുടെ മനസ്സിനും എല്ലാം തന്ന് സ്വസ്ഥതയോടുകൂടി ഉറങ്ങുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ലോർഡ്. ഗോഡ് ബ്ലെസ് യു.